സ്തുതിയായിരിക്കട്ടെ. കടബാധ്യതയിലായിരിക്കുന്ന നിങ്ങൾക്ക് വേണ്ടി 5 വചനങ്ങൾ തരികയാണ്. ഇതെന്തിനാണെന്നറിയാമോ? നിങ്ങളിത് ഏറ്റു പറഞ്ഞ് ഈ വചനത്തിൻ്റെ അത്ഭുതകരമായ ശക്തി നിങ്ങളുടെ കുടുംബങ്ങളിൽ സ്വീകരിക്കാനാണ്. ഈ വചനഭാഗങ്ങൾ ഏറ്റു പറഞ്ഞ് വിടുതൽ പ്രാപിക്കാൻ അതിനു മുമ്പ് നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, പാപം ചെയ്തിട്ടുണ്ട് എങ്കിൽ നല്ലൊരു കുമ്പസാരം നടത്തി നിങ്ങൾ വചനം ബൈഹാർട്ട് ചെയ്യുക. അക്രൈസ്തവരായിട്ടുള്ളവർ വിശ്വാസത്തിൽ കർത്താവിനെ ഏകരക്ഷകനും നാഥനുമായി സ്വീകരിച്ച് ഹൃദയം കൊണ്ട് അനുദപിച്ച് നിങ്ങൾ ഈ വചനങ്ങൾ ഏറ്റു പറഞ്ഞു പ്രാർത്ഥിച്ചോ, ഈ വചനത്തിന്റെ അത്ഭുതകരമായ വാഗ്ദത്തങ്ങൾ നിങ്ങൾ പൂർത്തിയാകും. അതുകൊണ്ട് നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം, ഈ വചനങ്ങൾ നിരന്തരം ഈ ദിവസങ്ങളിലൊക്കെ ഏറ്റു പറഞ്ഞു ഉരുവിട്ട് പ്രാർത്ഥിക്കുക. കർത്താവ് നിശ്ചയമായിട്ടും നിങ്ങളെ അനുഗ്രഹിക്കും. തുടർന്ന് വരുന്ന ഈ 5 വചനങ്ങൾ എവിടെയെങ്കിലും എഴുതി വെച്ച് ബൈഹാർട്ട് ചെയ്ത് നിങ്ങൾ പ്രാർത്ഥിക്കുക, പഠിക്കുക. കർത്താവിന്റെ നാമത്തിൽ ഈ വാഗ്ദാനങ്ങൾ ഏറ്റെടുത്ത് അനുഗ്രഹം പ്രാപിക്കുക. സ്തുതിയായിരിക്കട്ടെ. മകനെ, നമ്മൾ ദരിദ്രരായി തീർന്നതിൽ നിനക്ക് ആദി വേണ്ട. നിനക്ക് ദൈവത്തോട് ഭക്തി ഉണ്ടായിരിക്കുകയും നീ പാപത്തിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുകയും അവിടത്തേക്ക് പ്രീതികരമായത് അനുഷ്ഠിക്കുകയും ചെയ്താൽ നിനക്ക് വലിയ സമ്പത്ത് കൈവരും. തോബിത്ത് 4:21. എന്റെ ദൈവം തന്റെ മഹത്വത്തിന്റെ സമ്പന്നതയിൽ നിന്ന് യേശുക്രിസ്തു വഴി നിങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം നൽകും. ഫിലിപ്പി 4:19. എന്റെ കഷ്ടതയിൽ ഞാൻ കർത്താവിനെ വിളിച്ചപേക്ഷിക്കുന്നു, അവിടുന്ന് എനിക്കുത്തരമരുളും. സങ്കീർത്തനങ്ങൾ 120:1. അവിടുത്തെ വചനം ശ്രവിച്ചാൽ അവിടുന്ന് ഈ അനുഗ്രഹങ്ങളെല്ലാം നിന്റെ മേൽ ചൊരിയും. നഗരത്തിലും വയലിലും നീ അനുഗ്രഹീതനായിരിക്കും. നിന്റെ സന്തതികളും വിളവുകളും മൃഗങ്ങളും കന്നുകാലിക്കൂട്ടവും ആട്ടിൻപറ്റവും അനുഗ്രഹിക്കപ്പെടും. നിന്റെ അപ്പക്കുട്ടയും മാവ് കുഴയ്ക്കുന്ന കലവും അനുഗ്രഹിക്കപ്പെടും. സകല പ്രവൃത്തികളിലും നീ അനുഗ്രഹീതനായിരിക്കും. നിയമാവർത്തനം 28:2-6 കർത്താവ് തന്നു, കർത്താവെടുത്തു, കർത്താവിന്റെ നാമം മഹത്വപ്പെടട്ടെ. ജോബ് 1:21.